പുരുഷന്മാർ രണ്ടാം കിട പൗരന്മാരോ? UDF സർക്കാർ അധികാരത്തിൽ വരുവാൻ അവർ ഏറ്റവും വലിയ ഡ്രം കാർഡായി പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. UDFന് അധികാരം ലഭിച്ചു. അവർ അധികാരത്തിൽ വന്ന് ആദ്യമായി ആ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. ആ പ്രഖ്യാപനം നടത്തുമ്പോൾ KSRTCയുടെ ഏതൊക്കെ ബസ്സുകളിൽ യാത്ര ചെയ്യാം, എത്ര ദൂരം യാത്ര ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ലായിരുന്നു. എന്നാൽ അവസാനം അത് നടപ്പിലാക്കിയപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാമെന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്തു. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതിനെതിരെ വളരെ വലിയ അഭിനന്ദന പ്രവാഹമാണ്. സ്ത്രീ സമൂഹം അതിനെ വളരെയേറെ സ്വാഗതം ചെയ്യുമ്പോഴും പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ചോദ്യം ഇതാണ്: ഞങ്ങളെന്താ രണ്ടാം കിട പൗരന്മാരാണോ? രാജേന്ദ്രൻജി, എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ? അതിനകത്ത് കാര്യമില്ലേ അവർ ചോദിക്കുന്നതിലും? 100% കാര്യമുള്ള പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നതാരാ? സ്ത്രീ സമത്വം, പുരുഷ സമത്വം, സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ തന്നെയാണ് ഒരു വിഭാഗം. പുരുഷന്മാരെന്താണ്, താങ്കളുടെ ക്യാപ്ഷൻ തന്നെ വളരെ കറക്റ്റ്. അവരെന്താ രണ്ടാം കിട പൗരന്മാരാണോ? അവർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾക്കൊന്നും അർഹതയില്ലേ? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? അത് വ്യക്തമായിട്ട് പറയണം. ആരാണ് ഇപ്പോൾ ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും ഇനി BJP വന്നാലും ആര് വന്നാലും ആനുകൂല്യങ്ങളെല്ലാം പ്രഖ്യാപിക്കപ്പെടുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ്. അതിൻ്റെ കാരണം എന്താണ് ഇന്ന് വരെ ഒരാളും ബോധ്യപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കൃത്യമായ കാരണം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് തന്നെയാണ് ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് ഒരു മറുപടി ഇല്ല. വോട്ട് ബാങ്ക് തന്നെയാണ് ഇന്ന്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പുരുഷന്മാർ ഈ ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാലോ? അപ്പോൾ സ്ഥിതി മാറുമോ? അപ്പം ഞങ്ങളിനി വോട്ട് ചെയ്യുന്നില്ല. കാരണം എല്ലാ ആനുകൂല്യങ്ങളും ഏത് കാലത്ത് പ്രഖ്യാപിക്കുമ്പോഴും സ്ത്രീകൾക്ക് മാത്രമാണ്. പുരുഷന്മാർക്ക് എന്ത് ഇത്തരം ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലേ? അർഹതയില്ലാഞ്ഞിട്ടാണോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഞാൻ പറയും, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ UDF സർക്കാരിൻ്റെ ഇപ്പോൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നതിൽ ആദ്യത്തെ പദ്ധതി ചരിത്രപരമായ തീരുമാനം തന്നെയാണ്. അതിനെ നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കുന്നു, ആശംസിക്കുന്നു. അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത്? ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ ഈ UDF സർക്കാരിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ, ഈ UDF സർക്കാരത്തിൽ അധികാരത്തിൽ വരാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തതാരാ? സ്ത്രീകളാണോ? സ്ത്രീകൾ എത്രമാത്രം പണിയെടുത്തിട്ടുണ്ട്, പുരുഷന്മാർ എത്രമാത്രം പണിയെടുത്തിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ വലിയ പ്രായമായ ആളുകൾ വരെ ഈ പാർട്ടി ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട്, UDF സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ആളുകളാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് മാത്രം ഈ പരിഗണന കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ശരിയുമല്ല. അതായത് എല്ലാവർക്കും സമത്വം വേണമെന്ന് വാദിക്കുന്ന ഈ നാട്ടിൽ ഒരു വിഭാഗത്തിന് മാത്രം ഇവർക്ക് മാത്രം ആനുകൂല്യം നിഷേധിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ രാജേന്ദ്രജി പറഞ്ഞതിനകത്തുമുണ്ട്, അതായത് ഇതിനെ ഒരു വോട്ട് ബാങ്ക് എന്ന ലക്ഷ്യം വെച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്ക് എന്നതിലുപരി കാര്യമായ ചിന്തയോ ഒരു ചർച്ചയോ സ്ട്രാറ്റജിയോ ഒന്നും ഇതിനകത്തില്ല എന്ന് താങ്കൾ പരാമർശിക്കുന്നു. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷ സമത്വം വേണം, ഞങ്ങൾക്ക് ഒരു പുരുഷൻ്റെ ഒരു അടിമകളല്ല, ഞങ്ങൾ അബലകളല്ല, എല്ലാ മേഖലകളിലും ഒരു സമത്വം വേണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഒരൊറ്റ സ്ത്രീ സമൂഹമോ സ്ത്രീ സംഘടനകളോ പോലും ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൗജന്യങ്ങളൊന്നും വേണ്ട, കാരണം ഞങ്ങൾ സ്ത്രീകൾക്ക് അഭിമാനം വലുതാണ്, ഞങ്ങൾ സ്വന്തമായി ഏൺ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ആ വരുമാനം ഉപയോഗിച്ച് ഞങ്ങൾ യാത്ര ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം സൗജന്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുവാനുള്ള ആർജവം ഒരൊറ്റ സ്ത്രീ സംഘടനകളുടെയോ അതല്ലെങ്കിൽ ഭാഗത്തു നിന്നൊന്നും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇത്തരം സൗജന്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മളൊരു പ്രത്യേകം ഒരു കാര്യം ഓർക്കണം. നമ്മളൊരു ക്ഷേമരാഷ്ട്രം എന്താണ് ജീവിക്കുന്നത്? ഒരു ഭരണഘടന, ഇക്വാലിറ്റി, ഒരു സമത്വം വിഭാവനം ചെയ്യുന്ന ഒരു ക്ഷേമരാഷ്ട്രം എന്നൊരു കൺസെപ്റ്റിൽ അത് യാഥാർത്ഥ്യമാക്കേണ്ടുന്ന ഒരു സർക്കാർ തന്നെ ഇത്തരം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, ഒരു സ്ത്രീ സമൂഹത്തിന് ഇപ്രകാരം ഒരു പ്രത്യേക പദവിയും പരിഗണനയും നൽകുന്നത് നമ്മുടെ ഒരു ഭരണഘടനാ വിരുദ്ധം തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു വിഭാഗത്തിന് കൂടുതൽ അധികാരങ്ങളും ആനുകൂല്യങ്ങളും നൽകുമ്പോൾ ഈ മാറ്റി നിർത്തപ്പെട്ട ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും നമ്മളത് ചിന്തിക്കേണ്ടേ. അപ്പം ഞാൻ പറയുന്നത്, സർക്കാർ ഒരു തീരുമാനമെടുത്ത് മുക്തകണ്ഠം പ്രശംസിക്കുമ്പോഴും അതിന് ആശംസ അർപ്പിക്കുമ്പോഴും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉള്ളവരല്ലെന്നേ കേരളത്തിലെ. എല്ലാവരും സാമ്പത്തികമായിട്ട് ഉള്ളവരല്ലെന്നേ. പുരുഷന്മാരെ എന്തടിസ്ഥാനത്തിലാണ് ഈ പുരുഷന്മാരെ മാറ്റി നിർത്തുന്നത് എന്ന് പറയാൻ തയ്യാറാവണ്ടേ? എല്ലാ കാര്യത്തിലും നിയമം വരുമ്പോഴും
സ്ത്രീകൾക്കാണ് ആനുകൂല്യം. എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളാണ്. ഇത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവർക്ക് എന്തും ചെയ്യാം. ഇപ്പം പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന പുരുഷൻ നിന്ന് യാത്ര ചെയ്യണം, ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്ന സ്ത്രീ ഇരുന്ന് യാത്ര ചെയ്യണം. ചിന്തിച്ചിട്ടുണ്ടോ അത്? പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന പുരുഷൻ സീറ്റിൽ ഇരിക്കാൻ പറ്റൂല, അത് സ്ത്രീ സംവരണമാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ഈ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേക പരിഗണന കൊടുക്കുകയും പുരുഷന്മാരെ നിഷ്കാഷണം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് കാലാകാലങ്ങളായി എല്ലാ സർക്കാരുകളും എടുത്തുകൊണ്ടിരുന്നത്. ഇതിലൊരു മാറ്റം നിർബന്ധമാണ്. കാരണം പുരുഷന് ചോദിക്കാനും പറഞ്ഞ ആരും ഇല്ലേ നാട്ടിൽ. പുരുഷന്മാർക്ക് സാറിന് നമ്മൾ ഈ ചാനലിൽ തന്നെ ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്, ഈ കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കപ്പെടുന്ന ആളുകൾ പുരുഷന്മാരാണ്. പക്ഷെ പറയാൻ ആരും തയ്യാറില്ല. എന്തുകൊണ്ടാണ്? അവരുടെ വോട്ട് നഷ്ടപ്പെട്ടല്ലോ, പേടിയാണ്, ഭയമാണ്. സ്ത്രീകളെ ഭയപ്പെടുന്നതുകൊണ്ടാണ്, സ്ത്രീകളുടെ വോട്ട് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഭയമാണ്. സത്യത്തിൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് താങ്കൾ പറഞ്ഞ പോലെ സ്ത്രീകളാണ് പ്രതികരിക്കേണ്ടത്. എന്താണ്, അവർക്ക് ഭർത്താവില്ലേ, ആൺമക്കളില്ലേ, അച്ഛനില്ലേ? അപ്പോൾ അവരുടെ അച്ഛനെയും ഭർത്താവിനെയും മക്കളെയും മാറ്റി നിർത്തിക്കൊണ്ട് ആനുകൂല്യം ഞങ്ങൾക്ക് വേണമെന്ന് പറയണം. ഇത്രയും ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ആനുകൂല്യം ഞങ്ങൾക്ക് വേണം. ശരിക്കും പ്രതികരിക്കേണ്ട സ്ത്രീകളാണ്. ആ ആനുകൂല്യം സ്ത്രീകൾക്ക് കൊടുക്കട്ടെ, അവരെ കൈപ്പറ്റട്ടെ, അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഒരു വിഭാഗത്തെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട്, ശരിക്കും പറഞ്ഞൊരു ഇൻസൾട്ടിങ് തന്നെയാണത്. അതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ്, അതായത് ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു വണ്ടിയിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുക, അന്നേരം ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവളുടെ സഹോദരിക്ക് സൗജന്യം കിട്ടുന്നു, തനിക്ക് പണം കൊടുത്തു നൽകുന്നതായ ഇത്തരം ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മുടെ കുട്ടികളിൽ അതല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാകും? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം ഒരു ഉദാഹരണം. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. കാരണം കൊച്ചു കുട്ടികൾ, ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി, ഒരു 10 വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു ബസ്സിൽ കയറുന്നു. ആ ബസ്സിൽ കയറുമ്പോൾ ആ 10 വയസ്സുള്ള ആൺകുട്ടിക്ക് ടിക്കറ്റ് എടുക്കണം, പെൺകുട്ടിക്ക് ടിക്കറ്റ് എടുക്കണ്ട. ആ കുഞ്ഞു മനസ്സ്, ആ ചെറിയൊരു കുട്ടിയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കും. ഞാൻ പുറന്തള്ളപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഞാൻ അർഹതപ്പെടാത്തവനാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിയുടെ മനസ്സിൽ വരും. പെൺകുട്ടികളോട് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു അസൂയും ദേഷ്യവും വരും കുട്ടികൾക്ക്. കാരണം അവരിങ്ങനെ ഫ്രീ യാത്ര ചെയ്യുന്നു, ഞങ്ങൾ പൈസ കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ അവർക്കാണ് എല്ലാ പരിഗണനയും കിട്ടുന്നത്, ഞങ്ങളെ ആരും പരിഗണിക്കുന്നില്ല എന്നൊരു ധാരണ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആരോടാണ് ദേഷ്യം വരിക കുട്ടിക്ക്? ആ കുട്ടിക്ക് ദേഷ്യം വരെ കണ്ടക്ടറോടോ ബസ്സുകാരോടോ സർക്കാരിനോടോ അല്ല, മറിച്ച് ആ ആനുകൂല്യം മേടിച്ചു വന്ന ആ പെൺകുട്ടിയോടാണ്. എന്തുകൊണ്ടാണ് ഈ സ്കൂൾ കുട്ടികൾക്ക് ഈ 10 വയസ്സും 6 വയസ്സും 7 വയസ്സുള്ള കുട്ടികളെ മാത്രം മാറ്റിയെടുത്തതിൻ്റെ കാര്യം എന്താ? അവിടെ ആൺ പെൺ വ്യത്യാസമുണ്ട്. കുട്ടികളല്ലേ. നമ്മൾ തമിഴ്നാട്ടിലേക്ക് നോക്കാമല്ലോ. തമിഴ്നാട്ടിലെ സിറ്റി സർവീസ് ബസ്സുകളെല്ലാം ഫ്രീ ആണ്, എല്ലാ ബസ്സിലും ഫ്രീ ആണ്. 10 കിലോമീറ്റർ സർവീസ് ബസ്സുകൾ മാത്രമുള്ള ലോങ് സർവീസിന് ഒന്നുമില്ല കേട്ടോ. എക്സ്പ്രസ്, ലിമിറ്റഡ് സ്റ്റോപ്പ് അങ്ങനെയുള്ള ബസ്സുകൾക്ക് ഒന്നുമില്ല. സിറ്റി സർവീസ് ബസ്സുകൾക്കെല്ലാം ഫ്രീ ആണ്, പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ്. പക്ഷേ അവിടെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫ്രീ സർവീസാണ്. സ്കൂൾ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പുറത്തെ കർണാടകയിൽ നോക്കൂ, കർണാടകയിൽ ഡിഗ്രി വരെയുള്ള കുട്ടികൾ, തമിഴ്നാട്ടിൽ 12ാം ക്ലാസ് വരെയാണെങ്കിൽ കർണാടകയിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഫ്രീ ആണ്. അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫ്രീ ആണ്. അത് മാത്രമല്ല, കർണാടകയിൽ മറ്റൊരു പ്രത്യേകത, ആ സ്റ്റേറ്റിൽ നിന്നും വേറെ സ്റ്റേറ്റിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. കേരളത്തിലെ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ പ്രഖ്യാപിക്കാൻ? ആനുകൂല്യങ്ങളോ സംവരണങ്ങളോ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു സമൂഹം, അത് സമൂഹമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ജെൻഡർ വിഭാഗമായിക്കോട്ടെ, ആരെങ്കിലും ഇതുവരെ ഒരു ഉന്നമനത്തിൽ എത്തിയതായിട്ട്, അത് നേട്ടമുണ്ടതായിട്ട് നമുക്ക് കരുതാനാവുമോ? ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ നൽകുന്നത് വഴി നൽകുന്ന സന്ദേശം എന്താണ്? അത് ആ സമൂഹത്തെ അല്ലെ ആ വിഭാഗത്തെ അത് എംപവർ ചെയ്യുമോ? ഇങ്ങനെ ഈ സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും കൊടുത്ത് അവരെ സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരെ ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്? ഇതിൽ മറുപടി പറഞ്ഞ ഒരു പക്ഷേ നമ്മുടെ ആൾക്കാർ ചിലപ്പോൾ തെറി വിളിക്കും, പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. താങ്കളുടെ ചോദ്യം അതല്ലേ. ഇങ്ങനെ സൗജന്യം കൊടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, അവർ അലസരാവുന്നുണ്ട്. 2, മടിയന്മാരാവുന്നു. സ്ത്രീകളായാലും ഇപ്പോൾ ചെറിയൊരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ ഈ ബസ്സിൽ സർവീസ് ഫ്രീ കൊടുത്തു, ഇവർ അവരുടെ വണ്ടി മാറ്റി വെച്ച് ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും മടിയന്മാരായി മാറും. അവർക്ക് ഒരു പണിയെടുക്കാതെ തിന്നാമെന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞാൽ ഇപ്പം എത്രയോ കാര്യങ്ങൾ അങ്ങനെ കിട്ടുന്നുണ്ട്, ആനുകൂല്യങ്ങൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ, ഒരു മനുഷ്യനെ അലസരാക്കാൻ എത്ര സൗജന്യങ്ങൾ, അങ്ങനെ നന്നായ ഒരാളും ഇല്ലെന്നേ. ആ ചരിത്രത്തിൽ ഇന്ന് വരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഔദാര്യം മേടിച്ച നന്നായ, സൗജന്യം മേടിച്ച നന്നായ ഒരാളുമില്ല. ഈ സൗജന്യം കൊടുക്കുന്നത് അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ സമൂഹത്തിന്, അതായത് സൊസൈറ്റിയിലെ ഏറ്റവും വലിയ ഒരു പ്രബല വിഭാഗമായ ഈ സ്ത്രീ സമൂഹത്തിന് ഇത്തരത്തിലൊരു സൗജന്യ യാത്രയ്ക്ക് അവസരം ഒരുക്കുന്നത് എത്തരത്തിലുള്ള ഒരു മാനദണ്ഡമായിരുന്നു
നല്ലത് അല്ലെങ്കിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അതിന് നല്ലൊരു മാനദണ്ഡമുണ്ട്. അത് സർക്കാർ മുന്നേ ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു. ഒരു പക്ഷേ അവർക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ ക്യാബിനറ്റിലെ തീരുമാനമെടുക്കുന്നു, അത് കഴിഞ്ഞ് അത് പ്രഖ്യാപിക്കുന്നു, 15-ാം തീയതി പ്രഖ്യാപിക്കുന്നു, ആ പറഞ്ഞ വാക്ക് പാലിക്കുന്നു, അതിൽ അഭിനന്ദിക്കുന്നു, ഒരു തർക്കമില്ല. പക്ഷേ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് സമയബന്ധിതമായി നടപ്പാക്കേണ്ട കാര്യങ്ങളായിരുന്നു, ചിന്തിക്കണമായിരുന്നു. ആദ്യം ഇവർക്കൊരു ഫ്രീ കൊടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പിന്നീട് പറയാം, അല്ലെങ്കിൽ ആലോചിച്ച് തീരുമാനമെടുക്കാം എന്ന് പറയേണ്ടതായിരുന്നു. കാരണം ഇത് അർഹതപ്പെട്ടവർ, എൻ്റെ കാഴ്ചപ്പാടിൽ ഇതിന് അർഹതപ്പെട്ടവരെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അർഹതപ്പെട്ടവരാണ്, കൊടുത്തോട്ടെ. കുട്ടികൾ എല്ലാവരും അർഹതപ്പെട്ടവരാണ്. അതിൽ പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികളും പെൺകുട്ടികളും. അതായത് സ്ത്രീകൾ എന്ന ഒരു കാറ്റഗറി അല്ലാതെ കുട്ടികൾ എന്ന കാറ്റഗറി, കുട്ടികൾ എന്ന കാറ്റഗറി അർഹതപ്പെട്ടതാണ്. പിന്നെ ഈ തൊഴിലില്ലാത്ത ഒരുപാട് യുവാക്കളും പ്രായമുള്ളവരും നമ്മുടെ നാട്ടിലുണ്ടെന്നേ. 60 വയസ്സ് കഴിഞ്ഞ, അതായത് പെൻഷൻ അർഹതപ്പെട്ട എല്ലാവർക്കും കൊടുക്കണം. 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ആനുകൂല്യം കൊടുക്കണം. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും. അവിടെയെങ്കിലും പുരുഷന്മാരെ ഒന്ന് പരിഗണിച്ചൂടെ? ഇപ്പോൾ ആ പറഞ്ഞതിനോട്, അതായത് ഈ തൊഴിൽ രഹിതർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിന് നമുക്കിത് നൽകുന്നതിലുപരി എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ BPL എന്ന് പറഞ്ഞൊരു കാറ്റഗറി, അതായത് ബിലോ പോവർട്ടി ലൈനിലുള്ള BPL കാർഡുള്ള ആളുകൾ എന്നൊരു സെഗ്മെന്റ് വെച്ചാൽ അതിനൊരു മാനദണ്ഡമുണ്ട്. കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് എന്നുള്ള ഒരു കാറ്റഗറിക്ക് നമ്മൾ കൊടുക്കുകയും, വയോജനങ്ങൾ എന്ന് പറഞ്ഞ കാറ്റഗറി, അതല്ലെങ്കിൽ ബ്ലൈൻഡ്സ്, അതുപോലുള്ള വലിയ രോഗികൾ, അതായത് ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ, അതുപോലെ ഒരു പരസഹായം കൂടാതെ യാത്ര ചെയ്യാൻ പറ്റാത്ത രോഗിക്കും അവരുടെ കൂടെ പോകുന്ന ഒരു സഹായിക്കും എന്ന തരത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ലോജിക്കലായിട്ടുള്ള ഒരു മാനദണ്ഡം വെച്ചൊരു സൗജന്യം കൊടുക്കുമായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ സോഷ്യലി അക്സെപ്റ്റ് ചെയ്യുകയും, പുരുഷന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് നമ്മൾ തുടക്കത്തിലേ ചോദിച്ച ആ ഒരു ചോദ്യം, അതായത് ഞങ്ങളെന്താ രണ്ടാംകിട പൗരന്മാരോ എന്ന തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാർക്ക് ഉണ്ടാകില്ലായിരുന്നു. ഇത് കുറച്ചുകൂടെ ഒരു വെൽ അക്സെപ്റ്റഡ് ആകുകയും ചെയ്യുമായിരുന്നു. ആ ചോദ്യം വരില്ലായിരുന്നു. ഇത് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഇത് പ്രാബല്യത്തിൽ വന്നു, ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്താ രണ്ടാംകിട പൗരന്മാരോടെന്നുള്ള ചോദ്യം വരില്ല. ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും, വയോജനങ്ങൾക്ക് കൊടുക്കണം. കുട്ടികൾ വേർതിരിക്കരുത്, കുട്ടികളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. 2 കുട്ടികൾ ഒരു ബസ്സിൽ കയറുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടി സന്തോഷിപ്പിക്കുന്നതിന് അർത്ഥമില്ല. അപ്പൊ അത് കുട്ടികൾ, രോഗികൾ, അത് ഏത് വിധത്തിൽ രോഗികളാണെന്ന് സർക്കാർ തീരുമാനിക്കും. രോഗികൾ, അതുപോലെ തന്നെ ബൈസ്റ്റാൻഡർമാർ, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ സാധാരണ BPL ആയിട്ടുള്ള ആളുകളെ പേരെടുത്ത് അവർ സെലക്ട് ചെയ്തുകൊണ്ട് അത്തരം ആളുകൾക്ക്, ട്രാൻസ്ജെൻഡർമാർക്ക് അവർക്ക് കൊടുത്തോട്ടെ. അതിന് യാതൊരു പരാതി കൊടുക്കണം. ഞാൻ പറയാം, തായ്ലാൻഡിലൊക്കെ എല്ലാവർക്കും തുല്യ പെൻഷനാണ്, എല്ലാവർക്കും 10,000 രൂപ. അവിടെ IG ആയിക്കോട്ടെ, അവൻ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഇന്നലെ ആരായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് ഒരേ പെൻഷനാണ്, 10,000 രൂപ. ആൺ പെൺ അല്ലാണ്ട് അവരുടെ കാറ്റഗറി നോക്കിയിട്ടോ ജോലി നോക്കിയിട്ടോ അവരുടെ സർവീസ് നോക്കിയിട്ടോ ഒന്നുമല്ല, എല്ലാവർക്കും 10,000 രൂപ. അങ്ങനെ ഒരു സ്ഥിതി കേരളത്തിൽ പറഞ്ഞു. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ 100% ഏകദേശം 72% ശമ്പളം കൊടുക്കാനും പെൻഷനും കൊടുക്കാനാണ് നമ്മുടെ സമ്പത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പത്രത്തിൽ കൃത്യമായിട്ട് വന്നല്ലോ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക എന്നുള്ളത് ആദ്യം നിർത്തണം. കാരണം ഞാൻ പറയും, സ്ത്രീകൾക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് നമ്മൾ എതിരല്ല. നമ്മൾ 100% അതിനെ അഭിനന്ദിക്കുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, അതുപോലെ സ്വാഗതം ചെയ്യുന്നു. മറിച്ച് പുരുഷന്മാരെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു? താങ്കളുടെ ചോദ്യം പോലും ഒഴിവാക്കാമായിരുന്നു, ക്യാപ്ഷൻ പോലും ഒഴിവാക്കാമായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരെയെങ്കിലും പരിഗണിച്ചിരുന്നെങ്കിൽ, വേണ്ട 70 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരെങ്കിലും പരിഗണിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത് ആണുങ്ങൾ എന്താ ആർക്കും വേണ്ടാത്തവരാണോ? ഇവർക്ക് ചോദിക്കാനും പറയാൻ ആളില്ലേ? ഇപ്പൊ വനിതാ കമ്മീഷനുള്ള പോലെ ഒരു പുരുഷ കമ്മീഷൻ എന്തുകൊണ്ട് കേരളത്തിൽ ഇല്ല? ഇതില്ലാത്തത് കൊണ്ടല്ലേ ചോദിക്കാൻ ആളില്ലാത്തത്. ഇവന്മാരെന്താ രണ്ടാംകിട പൗരന്മാരാണോ ചോദിച്ചാൽ എന്താണ് തെറ്റ്? ദാറ്റ് ഇസ് റൈറ്റ്, അതാണ് ശരി. നമ്മൾ ഈ UDF സർക്കാരിന്റെ ഈ ഒരു നടപടിയെ നിശ്ചിതമായി വിമർശിക്കുകയല്ല. എന്നാൽ ചില മാധ്യമങ്ങൾ സ്പെസിഫിക്കലി ഇതിന്റെ പിന്നിൽ VD സതീശൻ സർക്കാർ ചില ഉടായ്പകൾ നടത്തിയിട്ടുണ്ട്, ചില ഗിമ്മിക്കുകൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ തരത്തിലുള്ള ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള ചില ഇനിഷ്യേറ്റീവുകൾ കാണുന്നു. എന്ത് തോന്നുന്നു? അതായത് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഈ സൗജന്യ യാത്രയിൽ സിറ്റി ഫാസ്റ്റ് ബസ്സുകളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇടതുപക്ഷ ഹാൻഡിലുകളിലെല്ലാം തന്നെ സൈബർ രംഗത്ത് വരുന്നത്. ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്നത് സതീശൻ കൊണ്ടുവന്നതല്ല, അല്ലെങ്കിൽ CP ജോൺ കൊണ്ടുവന്നതല്ല. 2005 മുതൽ ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, സാധാ ഓർഡിനറിക്ക് 10 രൂപയുള്ള പോയിന്റിലേക്ക് ഈ സിറ്റി ഫാസ്റ്റിന് 12 രൂപയാണ്. അത് പണ്ടും ഉണ്ടായിരുന്നു. അതായത് 682 ബസ്സുകളാണ് തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം ഓടുന്നത്. ഈ 682 ഈ ഓർഡിനറി ബസ്സുകളിൽ 340 എണ്ണത്തോളം സിറ്റി ഫാസ്റ്റ് തന്നെയായിരുന്നു.
ഇത് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇപ്പോൾ ഈ ഫ്രീ സർവീസ് കൊടുത്തപ്പോൾ സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഓർഡിനറിയിലാണ് സൗജന്യം പറഞ്ഞിട്ടുള്ളത്. ഓർഡിനറി ആണെങ്കിലും സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന 340 വണ്ടികൾ കേരളത്തിൽ ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഓടിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഈ സിറ്റി ഫാസ്റ്റിൽ കയറുമ്പോൾ ആളുകൾക്ക് പൈസ കൊടുക്കണം, മറ്റേ വണ്ടിയിൽ പൈസ കൊടുക്കണ്ട. ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഏകദേശം 340ഓളം വണ്ടികളിൽ ഈ സിറ്റി ഫാസ്റ്റിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചത്. ഇത് സഖാക്കൾ പറയുന്ന പോലെയോ CPM പറയുന്ന പോലെയോ പത്രക്കാർ, ഞാൻ 1-2 ചാനലിലും കണ്ടു, അവർ പറയുന്നതല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബസ് ഫ്രീ സർവീസ് പോകുന്ന വണ്ടിക്കും ഈ പോകുന്ന വണ്ടി ഇപ്പോൾ മൊത്തത്തിലൊരു ചർച്ച എന്താ വെച്ചാൽ ഓർഡിനറി എന്ന് പറഞ്ഞിട്ട് എല്ലാ വണ്ടിയും സിറ്റി സർവീസ് ആക്കി, സിറ്റി ഫാസ്റ്റ് ആക്കി എന്നുള്ളതാണ്. പക്ഷേ തെറ്റാണ്. 2005 മുതലുള്ള വണ്ടികൾ തന്നെയാണ് ഈ 340 വണ്ടികൾ സിറ്റി ഫാസ്റ്റായിട്ട് ഓടുന്നുണ്ട്. അതിന് പൈസ കൂടുതലാണ്. ഓർഡിനറി ഇപ്പോഴും ഓർഡിനറി തന്നെയാണ്. 342ഓളം വണ്ടികൾ ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഓർഡിനറിയായിട്ട് ഓടുന്നുണ്ട്. അവർക്ക് ഫ്രീ സർവീസ് തന്നെയാണ്. ഇത് സ്ത്രീകൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് സിറ്റി ഫാസ്റ്റിന് പുതിയ സ്റ്റിക്കർ ഇപ്പോൾ ഒട്ടിച്ചത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിൽ. അല്ലാതെ ഇതിൽ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ പറയേണ്ടവർക്ക് പറയാം, താങ്കൾ പറഞ്ഞ പോലെ ഈ വിമർശനങ്ങൾ ചെയ്യുന്നവർ വിമർശിച്ചുകൊണ്ടിരിക്കാം, അത്രേ ഉള്ളൂ അതിൽ. ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് എത്തേണ്ടുന്ന സമയമായി. നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാകുമ്പോഴും ഈ ഇക്വാലിറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി പദത്തിലേക്ക് ആയിക്കോട്ടെ, സുപ്രധാന പദവികളിലേക്കോ വനിതകളെ ഇവർ പരിഗണിക്കില്ല. അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട വളരെ കീ ആയിട്ടുള്ള പൊസിഷനുകളൊന്നും വനിതകളെ വെക്കുവാൻ ഇവർ എഫേർട്ട് എടുക്കത്തില്ല. പക്ഷേ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഒരു സ്ത്രീ സമൂഹത്തെ ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ കൊടുക്കുന്നു. ഇത് ഒരു ഗിമ്മിക്കിനപ്പുറത്തേക്ക്, ഇതിനകത്ത് അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നോർത്ത് ഇന്ത്യയിലും വളരെ ദരിദ്ര സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇത് സക്സസ്ഫുള്ളായി ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കാം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കണ്ട് കാര്യമായ ആലോചനകളൊന്നുമില്ലാതെ വന്നൊരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പിടലിയിൽ വന്നു. ഈ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തെ ഒരു ഭരണകൂട വിരുദ്ധ വികാരം, ശക്തമായ ഒരു ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടർ നിലനിന്നിരുന്ന ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഓഫറുകളോ സൗജന്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ തന്നെ ഈ പിണറായി സർക്കാരിനെ തൂത്തെറിയുവാനുള്ളൊരു മാനസികാവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. വൻപിച്ച ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നിൻ്റെ കൂടെ ഒരു തള്ള എന്ന് പറഞ്ഞതുപോലെ ഇവർ ഇപ്രകാരം ഒരു ഓഫറുകളൊക്കെ അനാവശ്യമായി കൊടുത്തു. ഇവർ തന്നെ പെട്ടു. അവസാനം ഇത് എങ്ങനെയെങ്കിലും ഇത് നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവർ ഇത് നടപ്പിലാക്കുവാനുള്ളൊരു ശ്രമമാണ് കണ്ടത്. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ശ്രീ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഇത് കേരളത്തിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഡിസ്ക്രിമിനേഷൻ അത് ഒരു ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരു വളരെ ഒബ്ജക്റ്റീവായി ഒരു ക്ഷേമരാഷ്ട്രം എന്ന നിലയിൽ വർത്തിക്കേണ്ടുന്ന ഒരു സർക്കാർ തന്നെ ഒരു വിഭാഗത്തെ ചേർത്ത് നിർത്തുകയും പുരുഷന്മാരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ആ ഒരു ഡിസ്ക്രിമിനേഷൻ അത് കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളുടെ ഇടയിൽ വരെ ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ നമുക്ക് ആവില്ല. ഏതൊക്കെ മാധ്യമങ്ങളെ വെച്ച് അന്തിച്ചർച്ചകൾ നടത്തിയാലും PR നടത്തിയാലും ഇത് വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ പോലും ഇതിൻ്റെ ഇതുണ്ടാക്കിയ ഒരു സാമൂഹിക അകൽച്ച എന്ന് പറയുന്നത് നമുക്ക് ഉടനെ ഒന്നും നികത്താൻ സാധിക്കത്തില്ല. പക്ഷേ ഇതിന് പകരം ഈ പുരുഷന്മാരുടെ മനസ്സിനേറ്റ ഈ മുറിവ് എങ്ങനെ പരിഹരിക്കാം, അവരെയും കൂടെ ചേർത്ത് നിർത്താമെന്ന് സർക്കാർ തന്നെ ആലോചിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു, എനിക്ക് എൻ്റെ മറന്നുപോയെന്ന് വെച്ചിട്ട് ഞാനത് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയൊരു കാര്യം താങ്കൾ ചോദിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് തോന്നുന്നു. ഇവർ സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, അതിൽ തെറ്റില്ല, നമ്മൾ ആവർത്തിച്ച് പറയും, തെറ്റില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഭരണ സംവിധാനങ്ങളിൽ അത് വരുന്നില്ല? ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 11 വനിതകൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത്. 11 വനിതകൾ. അവർക്ക് എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി പോസ്റ്റ് കൊടുത്തില്ല? അല്ലെ അവർക്ക് എന്തുകൊണ്ട് വലിയ ഈ തന്ത്രപ്രധാനമായ പദവികൾ വകുപ്പുകൾ കൊടുത്തില്ല? ഈ രാഹുൽ ഗാന്ധി തന്നെ സൂചിപ്പിച്ചതാണ് നമുക്കൊരു വനിതാ മുഖ്യമന്ത്രി വേണം സാധ്യതയെക്കുറിച്ച്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആക്കാൻ ഏബിൾ ആയിട്ടുള്ള ഒരാൾ വനിതകൾ ഇല്ല എന്നുള്ള സത്യം തന്നെയാണ്, ഞാൻ നിഷേധിക്കുന്നില്ല അത്. പക്ഷേ സ്ത്രീകളെ ഇതുപോലെ സ്ത്രീകളുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പുകൾ സ്ത്രീകൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സ്പീക്കർ സ്ഥാനത്ത് ഡെപ്യൂട്ടി സ്പീക്കറാണ് ഒരു വനിത, അല്ലേ? രമയെ പോലെ അല്ലെങ്കിൽ മറ്റ് ഒരുപാട് ആളുകളുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഈ പ്രേക്ഷകര് ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ആവർത്തിച്ച് പറയുന്നു, ഇത് നല്ല പ്രവൃത്തിയാണ് ചെയ്തത്, നല്ല കാര്യം തന്നെയാണ്, 100% അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് പുരുഷന്മാരെ അപ്പാടെ വേദനിപ്പിക്കുന്ന, അവരെ ഒഴിവാക്കുന്ന, അവരെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് വന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകളെ പരിഗണിക്കുമ്പോൾ ഇത്തരം
ഭരണ സംവിധാനങ്ങളും സ്ത്രീകളെ പരിഗണിക്കാൻ ഇവർ തയ്യാറാവട്ടെ. ഇപ്പം 11 പേരിൽ 2 പേരെ മന്ത്രിമാരാക്കിയിട്ടുണ്ട്. ആ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ഇടതുപക്ഷം ഭരിച്ചപ്പോൾ 99 സീറ്റ് മേടിച്ച് അധികാരത്തിൽ വന്ന ഇടതുപക്ഷം ഭരിച്ചപ്പോൾ 2 മന്ത്രിമാർ പെണ്ണുങ്ങൾ, സ്ത്രീകൾ. എന്നാൽ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കി അവരോടെ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് അറിയിക്കുന്ന പ്രാധാന്യം അവിടെ കൊടുക്കുന്നില്ല, ഭരണത്തിന് കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? താങ്കൾ സൂചിപ്പിച്ചതാണ്, വോട്ട് ബാങ്ക് തന്നെയാണ്. പക്ഷേ ഇത് ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ, ജനങ്ങൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ, ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും തുടർന്നുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുമ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം സർക്കാരിന് വരുത്താൻ കഴിയുമെങ്കിൽ. ഇപ്പം ഈ തുടക്കത്തിൽ തന്നെ, അതായത് UDF സർക്കാരിൻ്റെ ഒരു തുടക്കം മികവുറ്റതായി എന്ന തരത്തിലുള്ള ഒരു അവലോകനങ്ങൾ വരുമ്പോൾ പോലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിൽ നിന്ന് നടിക്കാനാവില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കാര്യമായ ആലോചനയില്ലാതെ തിടുക്കപ്പെട്ട് നടപ്പിലാക്കുന്ന ഈ പദ്ധതികൾ കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത, KSRTC പോലെ നഷ്ടത്തിലോടുന്ന ഒരു പ്രസ്ഥാനത്തിനുണ്ടാകുന്ന ഒരു സാമ്പത്തിക ബാധ്യത, ആ അധിക റവന്യൂ കണ്ടെത്തുവാനുള്ള ഇവരുടെ ആ ഒരു സ്ട്രെയിന്, അതുപോലെ ഇപ്രകാരം ഇത്രയും എഫേർട്ട് എടുത്ത് നടത്തുമ്പോഴും അതുണ്ടാക്കുന്ന പലതരത്തിലുള്ള ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ ആയിട്ടുള്ള അതിൻ്റെ ഇമ്പാക്ട്സ്, ഇതൊക്കെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ഇതൊക്കെ മച്ച് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ അത് ചെയ്യാമായിരുന്നു. സമൂഹത്തിന്, പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഫലപ്രദമായ രീതിയിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് തിടുക്കപ്പെട്ട് ഇപ്രകാരം ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.